വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്രവ്യാപാര രംഗത്ത് 65 വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു. വരൂ കലയുടെ വസ്ത്രലോകത്തിലേക്ക്. കലാ ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ വടക്കാഞ്ചേരി. കോൺടാക്ട് 04884232 വിശദമായ വാർത്തയിലേക്ക്. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന ഹിൽ സർക്യൂട്ടിന്റെ ട്രയൽ റൺ നടത്തി. ട്രയൽ റണ്ണിന്റെ ഭാഗമായി MLAയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ പ്രതിനിധികളും വാഴാനി അടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സന്ദർശനം നടത്തി. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ വിനോദസഞ്ചാരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന ഹിൽ സർക്യൂട്ട് രൂപരേഖ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ തയ്യാറാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായുള്ള ട്രയൽ റൺ വ്യാഴാഴ്ച നടന്നു. ട്രയൽ റണ്ണിന്റെ ഭാഗമായി വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ പ്രതിനിധികളും മണ്ഡലത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സന്ദർശനം നടത്തി. പൂമല ഡാം, പത്താഴക്കുണ്ട് ഡാം, ചെപ്പാറ, വട്ടായി വെള്ളച്ചാട്ടം, പേപ്പാറ ഡാം, വാഴാനി, തൂമാനം വെള്ളച്ചാട്ടം, ചാത്തഞ്ചിറ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം സംഘം സന്ദർശനം നടത്തി. നിയോജക മണ്ഡലത്തിലെ ടൂറിസം സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തി ടൂറിസം കേന്ദ്രങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി വലിയ വികസനമാണ് നടപ്പാക്കുന്നതെന്ന് വാഴാനിയിൽ വെച്ച് വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി പറഞ്ഞു. പൂമല എക്കോ ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട് 3,85,00,000 രൂപയുടെ പ്രോജക്റ്റ് നിർവഹണ ഘട്ടത്തിലാണെന്നും വാഴാനി മ്യൂസിക് ഫൗണ്ടേഷൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 6 കോടി രൂപയുടെ പദ്ധതി ടെൻഡർ നടപടികളുടെ എഗ്രിമെന്റ് ഘട്ടത്തിലാണെന്നും MLA വ്യക്തമാക്കി. പൂമലയിൽ എക്കോ ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3,85,00,000 രൂപയുടെ പ്രൊജക്റ്റ് നിർവഹണ ഘട്ടത്തിലാണ്, വ്യത്യസ്ത നിലയിലാണ്. അതോടൊപ്പം തന്നെയാണ് വാഴാനിയിലെ മ്യൂസിക്കൽ ഫൗണ്ടൻ ഏകദേശം 6 കോടി രൂപയോളം അത് ഇപ്പോൾ അതിൻ്റെ ടെൻഡർ നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എഗ്രിമെൻ്റ് വയ്ക്കുന്ന ഘട്ടത്തിലാണ് നിൽക്കുന്നത്. വാഴാനിയിൽ നേരത്തെ കുട്ടികളുടെ പാർക്ക് നമ്മൾ 40 ലക്ഷം രൂപയ്ക്ക് നവീകരിക്കുകയും അതിൻ്റെ ഭാഗമായി ധാരാളം സഞ്ചാരികൾ കുട്ടികളുമായുള്ള വാഴാനിയിലേക്കുള്ള ജനങ്ങളുടെ ഒഴുക്ക് യഥാർത്ഥത്തിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. നേരത്തെ നമ്മൾ 5 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് തൂക്കുപാലത്തെ നവീകരിച്ചത്. ഇവിടെ താമസിക്കാനുള്ള സൗകര്യത്തെ സംബന്ധിച്ച് വ്യത്യസ്ത ചർച്ചകളുണ്ടായിരുന്നു. തെക്കങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജീന്ദ്രൻ, വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവർ വാഴാനിയിലെത്തിയിരുന്നു. തുടർന്ന് സംഘം വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിൽ ഉൾപ്പെട്ട തൂമാനം വെള്ളച്ചാട്ടം, ചാത്തഞ്ചിറ ഉൾപ്പെടെയുള്ള മേഖലകളിൽ സന്ദർശനം നടത്തി. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീല B ടീച്ചർ, MJ ബിനോയ്, DTPC സെക്രട്ടറി വിജയ് രാജ്, ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ പ്രേംബാസ്, പ്രോജക്ട് എഞ്ചിനീയർ നിത്യ, ഇൻഫർമേഷൻ ഓഫീസർ ശാരിക, ടൂർ കോർഡിനേറ്റർ രൂപേഷ്, മച്ചാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ആനന്ദ്, മറ്റു വകുപ്പുതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും സ്ഥലം സന്ദർശനത്തിലും യോഗത്തിലും പങ്കെടുത്തു. അപ്പോൾ ഇങ്ങനെ വടക്കാഞ്ചേരിയിലെ പ്രത്യേകിച്ച് ഇപ്പോൾ തൂമാനൻ വെള്ളച്ചാട്ടവും അതുപോലെ തന്നെ ചാത്തഞ്ചിറയെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടൂറിസം സർക്യൂട്ട് ഇപ്പോൾ ഞങ്ങൾ DD ടൂറിസവും DTPC സെക്രട്ടറിയൊക്കെ ആയിട്ട് പ്രാഥമികമായിട്ട് വാഴാനി ടിക്കറ്റ് കൗണ്ടറിൽ ഞങ്ങൾ നടത്തിയ ചർച്ചയിൽ നിന്ന് അവർ പറഞ്ഞത് സ്ഥലങ്ങളൊക്കെ കണ്ടുവന്നപ്പോൾ 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സർക്യൂട്ടായിട്ട് വേണം ഇത് രൂപകൽപ്പന ചെയ്യാൻ എന്നാണ്. നമുക്കങ്ങനെ രൂപകൽപ്പന ചെയ്യാം, ഒരു ദിവസം വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. എന്തായാലും ജില്ലാ ടൂറിസം സംവിധാനത്തിനകത്ത് ഈ മേഖലയെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പുതിയ പദ്ധതി രൂപപ്പെടുത്തുകയാണ്. ഏകദേശം വ്യത്യസ്ത നിലയിൽ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ 10-15 കോടി രൂപ ഈ 3 കൊല്ലത്തിനിടയിൽ ഈ മേഖലയ്ക്കകത്ത് വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ ടൂറിസം സംവിധാനങ്ങൾക്ക് മാത്രം ഗവൺമെൻറ്റിൽ നിന്ന് AS ലഭിച്ചിട്ടുണ്ട്. വിവിധ ഘട്ടങ്ങളിലാണ്. ചില പദ്ധതികൾ പൂർത്തിയാക്കി, ചിലത് നിർവഹണത്തിലാണ്. VCV ന്യൂസ്, വടക്കാഞ്ചേരി.